സ്റ്റോറി ടൈം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് എസ്കേയിലേക്ക് സ്വാഗതം. കിച്ചുമുയൽ ചന്തയിലെ പച്ചക്കറി വിൽപ്പനക്കാരനായിരുന്നു. ഒരു ദിവസം ചിന്നു അവൻ്റെ കടയിൽ പച്ചക്കറി വാങ്ങാൻ വന്നു. അവൾ എന്തോ പിടിച്ചിരുന്നതായി കിച്ചു കണ്ടു. പക്ഷേ എന്താണെന്ന് അവന് മനസ്സിലായില്ല. ചിന്നു പറഞ്ഞു, കൂട്ടുകാരാ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി വേണം. ഈ കണ്ണാടി നീ കയ്യിൽ വെച്ചോ, എന്നിട്ട് കുറച്ച് മത്തങ്ങ, ക്യാരറ്റ്, ബീൻസ് എന്നിവ തരണേ. എൻ്റെ അച്ഛന് പണം കിട്ടുമ്പോൾ ഞാൻ നിനക്ക് പണം തന്ന് ഈ കണ്ണാടി തിരികെ കൊണ്ടുപോയിക്കോളാം. കിച്ചു കണ്ണാടി വാങ്ങി കടയുടെ ഒരു മൂലയിൽ വെച്ചു. അവൻ ചിന്നു ചോദിച്ച പച്ചക്കറികളൊക്കെ കൊടുത്തു. അവൾ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. കിച്ചു പതുക്കെ കണ്ണാടി എടുത്തു നോക്കി. ഇതെന്താ? ആരാണ് ഈ കണ്ണാടിയിൽ? കിച്ചു അവൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ സുന്ദരനാണല്ലോ. അവൻ സന്തോഷത്തോടെ നൃത്തം കളിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എല്ലാ ദിവസവും അവൻ കണ്ണാടി നോക്കി പല്ല് തേക്കാനും മുഖം വൃത്തിയാക്കാനുമൊക്കെ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. കുങ്കൻ ചെന്നായ ചന്തയിലെത്തി. അവൻ ചന്തയിലുള്ള എല്ലാ മൃഗങ്ങളെയും ആക്രമിച്ചു. മാനും മുയലും കഴുതയും എന്നുവേണ്ട എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ചു. എങ്ങനെയാണ് ഇവൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുക? അവർ ആലോചിച്ചെങ്കിലും വഴിയൊന്നും കണ്ടില്ല. ഒരു ദിവസം അവൻ കിച്ചുമുയലിൻ്റെ കടയിലെത്തി. എടാ കിച്ചു, നിന്നെ ഞാൻ ചമ്മന്തിയാക്കി തിന്നുമെടാ. മൃഗങ്ങളെല്ലാം പേടിച്ചു. അവർ നാലുപാടും ഓടി. പെട്ടെന്ന് കിച്ചുവിന് ഒരു ബുദ്ധി തോന്നി. എന്നോട് നിന്റെ വേലയൊന്നും ഇറക്കണ്ട. നിനക്ക് ജീവൻ വേണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് പോയിക്കോ. നീ എന്തു ചെയ്യുമെടാ? ചെന്നായ ചോദിച്ചു. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ എൻ്റെ കൂട്ടുകാരൻ ജിഗ്ഗു ചെന്നായ ഈ കടയിൽ ഒളിച്ചിരിപ്പുണ്ട്. അവൻ നിന്നെ പിടിച്ച് കഷ്ണമാക്കി കളയും. നിനക്കവനെ കാണണോ? കിച്ചു ചോദിച്ചു. വേണമടാ, കാണിക്കടാ നിന്റെ ജിഗ്ഗുവിനെ, കുങ്കൻ ചെന്നായ പറഞ്ഞു. കിച്ചു തിരിഞ്ഞ് കണ്ണാടിയെടുത്ത് അവൻ്റെ നേരെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കടാ, ഇതാ ജിഗ്ഗു. അയ്യോ, ഇവനെന്ത് ഭീകരനാ! ഇവൻ പുറത്തിറങ്ങി വന്ന എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. കണ്ണാടിയിലുള്ള സ്വന്തം രൂപം കണ്ട് അത് ജിഗ്ഗുവാണെന്ന് കുങ്കൻ ചിന്നായ വിചാരിച്ചു. എൻ്റെ അമ്മച്ചിയേ! കുങ്കൻ വേഗം അവിടെ നിന്നോടി. പിന്നീട് ഒരിക്കലും അവൻ തിരിച്ചു വന്നിട്ടില്ല. മൃഗങ്ങളെല്ലാം അവൻ്റെ ശല്യമൊഴിഞ്ഞതിൽ സന്തോഷിച്ചു. കൂടുതൽ കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ചാനലിൽ കുട്ടിക്കഥകൾ ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ കൂട്ടുകാർ മറക്കല്ലേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത കഥയിൽ വീണ്ടും കാണാം.